Then you went for Rashmika's wedding also. അല്ലല്ല ഏത് ആദ്യ കല്യാണത്തിന്? അല്ലു അർജുന്റെ മറ്റേതിനും പോകാമായിരുന്നു വേണമെങ്കിൽ. വിളിച്ചില്ല? ഇതിനും വിളിച്ചിട്ടില്ല. എടാ ഇൻവിറ്റേഷൻ കാണിക്കട്ടോ, അല്ലെങ്കിൽ നാണക്കേടാ. ഇൻവിറ്റേഷൻ കാണിച്ചേര്. ഉണ്ട് വേർബലി വിളിച്ചായിരിക്കും അല്ലേ? അതെ 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 വിളിച്ച പോലെ തോന്നി. പെണ്ണിന്റെ ആൾക്കാരാന്ന് പറഞ്ഞു. പെണ്ണിന്റെ ടീമാ ഫ്രം കേരള. ആ ഓക്കെ ഓക്കെ. എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് ആകെ പോയത് എനിക്ക് ഇവിടെ ബേസിൽ മാത്രമേ തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഫ്രം കേരള. ആൻഡ് ഹിസ് LSD സ്പീച്ച് ആദ്യം നീ പറയുന്ന പോലെ ആയിരുന്നു അവിടെ. ആക്ച്വലി എന്തായിരുന്നു? LDS LCD ലാഫ് ക്രൈ ഡ്രാമ അങ്ങനെയായിരുന്നു. വിക്കി കൗശലൊക്കെ കിടന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു ഇത് കേട്ടിട്ട്. എവറി സീൻ ഷുഡ് ഹാവ് ലവ്, ഐ മീൻ ലാഫ്, LCD sorry, not LSD. അത് അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഇതുപോലത്തെ ഒരു സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊരു ഹാളുണ്ട്. ആ സ്പേസിൽ ആദ്യം എല്ലാവരും ഈ കോട്ടക്കെട്ട് എല്ലാവരും വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കലാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ചെറിയ ഫുഡ്, ചെറിയ സ്നാക്സ് അങ്ങനത്തെ. എന്നിട്ട് ആ ഹാള് തുറന്നിട്ട് അകത്തോട്ട് കയറും. അവിടെ പോയി എല്ലാവരും അവരവരുടെ ടേബിൾ പേര് എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ പോയി ഇരിക്കണം. അപ്പൊ ആദ്യം ചെല്ലുമ്പോൾ തന്നെ എല്ലാവരുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ പോലത്തെ ഒരു പ്രശ്നമല്ല. അവിടെ നമുക്ക് ഈ ചെറിയ കോൺഷ്യസ്നെസ് വരും. അല്ലല്ല ആന്റി സോഷ്യൽ അല്ല, അങ്ങനെ പറഞ്ഞാൽ എന്താ, അങ്ങനെയല്ല, എന്താ സൈക്കോപാത്ത് എന്നൊക്കെ പറയണ പോലെ ഉണ്ട്. ആന്റി സോഷ്യൽ അല്ല, സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടോന്നാണോ ചോദിച്ചത്? അല്ല, അത് ഇങ്ങനത്തെ ഒരു നമുക്ക് അങ്ങനെ കംഫർട്ടബിൾ അല്ലാത്തൊരു സ്പേസിൽ ചെല്ലുമ്പോൾ നമുക്ക് ചെറിയ ആൻസൈറ്റി ഉണ്ടാവില്ല. കംഫർട്ടബിൾ ആവുന്ന ആൾ നമ്മുടെ ആൾക്കാരെ പൊന്നാടി അത് വരുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ. എല്ലാം ഈ പറഞ്ഞ വെള്ള കോട്ട് തന്നെ ആദ്യമായിട്ട് അങ്ങനെ ഒരു സാധനം ഇടുന്നു. പിന്നെ ഇതുപോലെ കല്യാണത്തിനില്ലാതെ ഞാൻ ഈ ബോധം തൊട്ടിട്ടില്ല. അപ്പൊ ഇത് വിട്ട് അവിടെ ചെന്ന് ഫോട്ടോഷൂട്ടിന് കയറി ചെല്ലുമ്പോ തന്നെ അവരിങ്ങോട്ട് പറഞ്ഞു. ഫോട്ടോയാണ് ചലിച്ചത്. But he didn't look like that, obviously.